ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കഥസ് വ്ലോഗ്സ്. സമൂസ്. നല്ല മഴയാണല്ലോ എല്ലാവിടെയും. നമ്മുടെ തൃശ്ശൂർ മഴ തിമിർത്ത് പെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്ന് നമുക്ക് തുടങ്ങേണ്ടത്. അപ്പോൾ രാവിലെ നമ്മുടെ ആമിക്കുട്ടിക്കുള്ള ഫീഡിങ് ബോട്ടിലൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പാല് അതും ആമിക്കുട്ടിക്ക് തന്നെയാണ് കേട്ടോ. കൽക്കണ്ടൊക്കെ ഇട്ടിട്ട്, പനക്കൽക്കണ്ടല്ലേ, അതൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം സിമ്മിലിട്ട് വയ്ക്കട്ടോ. രാവിലെ തന്നെ കിച്ചണിൽ വന്ന് ഈ പച്ചപ്പൊക്കെ നോക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക്. പിന്നെ നമുക്ക് തലേദിവസത്തെ കുറച്ച് നൂലപ്പം ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് ബീഫും കായാണ് കേട്ടോ. അപ്പോൾ ഒരു കായക്കൊല നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട് പറമ്പിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ഒരു പടലെടുത്തിട്ട് ഈ ബീഫിലിട്ട് വെക്കാമെന്ന് വെച്ചാൽ അത്യാവശ്യം നെയ്യൊക്കെയുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പം മക്കൾസിനൊന്നും വലിയ ഇഷ്ടമല്ലേ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീഫിലൊക്കെ കഷ്ണമൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പണികളൊക്കെ തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ബീഫ് കഴുകി വാരി വൃത്തിയാക്കി എടുക്കണുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ച് നേരം സിമ്മിലിട്ട് വേവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോഴികൾക്കുള്ള തീറ്റ റെഡിയാക്കുന്നുണ്ട്. കഞ്ഞിവെള്ളത്തിൽ കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മരുന്നുകളൊക്കെ അരച്ച് വെക്കാറുണ്ട്. കോഴി വളർത്തലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മരുന്നുകളൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഴി വളർത്തലുള്ള കൂട്ടുകാരൊക്കെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ കുറച്ച് കായ ചോദിച്ചേട്ടാ ഇങ്ങനെ ഉരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീഫ് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ കുക്കറിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബീഫൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ കണ്ടില്ലേ ചെറിയൊരു കുക്കറാണ്. അപ്പോൾ അതിങ്ങനെ തിളച്ച് ചാടി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതിനൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം. കിച്ചൺ ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചാനലിൽ കണ്ടതാട്ടാ. ആ ടിപ്പ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കി, നല്ലൊരു റിസൾട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ഈ കായയുടെ ഇങ്ങനെ കണ്ണങ്കായില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലത്തെ ഇങ്ങനെ ആ ഒരു തൊലിയൊക്കെ ഇങ്ങനെ വലിച്ച് കളഞ്ഞിട്ട് അത് കട്ട് ചെയ്ത് ഇങ്ങനെ സ്ക്വയറിലാക്കിയിട്ട് 4 കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്തൊരു മഴയല്ലേ നമ്മുടെ ഇവിടെയൊക്കെ. നമ്മുടെ തൃശ്ശൂർ നല്ല മഴയാണ് കേട്ടോ. മഴ കുറച്ച് ഇങ്ങനെ മാറണ സമയത്തൊക്കെ ഇപ്പോൾ ആമിക്കുട്ടീനെ ഒന്ന് പുറത്തേക്ക് ഇറക്കും. അതിൻ്റെ 2 ഷോട്ട് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് നടക്കാനും മക്കളെ അങ്ങനെ ആസ്വദിച്ച് നടക്കലും കുഞ്ഞ് വഞ്ചിയൊക്കെ ഉണ്ടാക്കി നടക്കണമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നമ്മൾ പണ്ട് അതൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഈ കായ അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. സവാളയും ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എല്ലാ ഐറ്റംസും. അപ്പോൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഇനിയിപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കണം. അങ്ങനത്തെ പണികളാണ്. ഇപ്പോൾ ഈ അരിയാനും പിടിക്കാനൊക്കെ ആണല്ലേ നമുക്ക് സമയങ്ങളൊക്കെ പോവുക. അപ്പോൾ ചേട്ടൻ അവിടെ കളയ്ക്കണ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കൃഷികളൊക്കെ ഉണ്ടല്ലോ കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയിരുന്നു, പറമ്പിൽ അങ്ങനെ ചെയ്യണില്ല. പറമ്പിൽ ചെയ്തിട്ടൊന്നും ശരിയാവണില്ല, ഒന്നും നമ്മൾ വിചാരിച്ച ഗ്രോത്ത് ഒന്നും കിട്ടണില്ല കേട്ടോ. അപ്പോൾ ടെറസിലാണ് ഇപ്പോൾ കൃഷികളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ള മണ്ണ് ചേട്ടൻ കടയിൽ പോണതിന് മുൻപ് ടെറസിൽ കൊണ്ട് വെക്കണം. അപ്പോൾ ഈ കുക്കറിൽ കണ്ടില്ലേ നമ്മളൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ ഇട്ട് വെച്ച് ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തോട്ട് തിളച്ച് ചാടിയൊന്നും പോണില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ടിപ്പാണ് ഇതൊക്കെ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കിച്ചൺ ടിപ്സൊക്കെ കാണും, വല്ലപ്പോഴൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുമ്പോൾ കുറേയൊക്കെ സക്സസ് ആവാറുണ്ട് കേട്ടോ. അതിലൊരു ഒന്നാണ് ഇപ്പം നമ്മളെ ഷെയർ ചെയ്ത ഈ ടിപ്സ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, ഞാനിപ്പോഴും അത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സൂപ്പറാണ്.
അപ്പോൾ കുക്കറിൻ്റെ ആ മേലെ ഭാഗമൊന്നും ഇങ്ങനെ ഒന്നും കറ പിടിക്കാണ്ടൊക്കെ കിട്ടും ചെയ്യും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിപ്പോയിന്ന് ഈ പണികളൊക്കെ കഴിഞ്ഞ് ബീഫ് വേവിക്കാനായിട്ട് വെച്ച ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ സിമ്മിലിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. മഴ താഴ്ത്തെത്തിയ പിന്നെ ഞാൻ ചൂടുവെള്ളത്തിലാട്ടോ കുളിക്കുക. അപ്പം എൻ്റെ ചൂടുവെള്ളം ഓൾറെഡി റെഡി ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ചൂടാറണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അത് കൊണ്ടുപോയി വേഗം ഓടിപ്പോയി ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത് ഇൻഗ്രീഡിയൻസൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൗഡേഴ്സൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തു കേട്ടോ. പിന്നെ പുതിനയിലും മല്ലിയിലും ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അതൊന്നും ഇട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതുവരെ ആകുമ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ വന്ന് കൂടുമല്ലോ സിങ്കിൽ. സിങ്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ അതിൽ പാത്രങ്ങൾ ഇങ്ങനെ വന്ന് കൂടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. ആ പാത്രങ്ങൾ കുറേ ഇങ്ങനെ കുന്നുകൂടി കിടക്കണ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അത് എടുത്ത പാത്രങ്ങൾ അപ്പം തന്നെ ക്ലീനാക്കി ചെയ്ത് അത് എവിടേക്ക് വെക്കേണ്ട അതൊക്കെ അവിടെയൊക്കെ പറക്കിക്കൊണ്ട് വെക്കും കേട്ടോ. അപ്പം അതൊരു ശീലമായി ഇപ്പം. പണ്ട് ചെറുപ്പത്തിലൊക്കെ അമ്മയ്ക്ക് കുറേയൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടുമ്പോൾ അമ്മയ്ക്ക് ചീത്ത പറയാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയണേന്നുള്ള ബോധമൊക്കെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളൂ കേട്ടോ വന്നിട്ട്. കുറച്ച് നാളെന്ന് മീൻസ് കുറച്ച് വർഷങ്ങളായി. കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ആ വക കാര്യങ്ങളൊക്കെ കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ലേ. ക്ലീനിങ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്താൽ അവിടെയൊക്കെ വല്ലതൊക്കെ പോയി കഴിഞ്ഞാൽ വേഗം അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യൽ, അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ മാറി കയറുമ്പോഴല്ലേ നമ്മളതൊക്കെ കൂടുതൽ ബോധേഡാവുക. അപ്പോൾ അതേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ചപ്പാത്തിക്കുള്ളത് കുഴച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പരത്തിയെടുക്കണം, ചപ്പാത്തി ചൂടണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ബീഫും കായും ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചായിരുന്നതാ. നമ്മൾ എന്നിട്ടുണ്ടാക്കണേ പറഞ്ഞേ? ചപ്പാത്തി. ശരിക്കും പറയും ചപ്പാത്തി. ഗുഡ് ഗേൾ, സൂപ്പർ. നമ്മൾ എന്നിട്ടുണ്ടാക്കണ ഒന്നുകൂടി പറഞ്ഞേ? ചപ്പാത്തി. അവിടെ നിന്ന് ലേറ്റ് വരുന്നുണ്ടല്ലേ നിൻ്റെ അവിടെ? അയ്യോ എന്തൊരു ലേറ്റ് അവിടുന്ന്. അയ്യോ പാകം ഇട്ടായില്ലോ. പറഞ്ഞേ നമ്മൾ എന്നിട്ടുണ്ടാക്കണേ? ലേറ്റ് വരൂ. ശരി. എന്തൊരു ലേറ്റ് അല്ലേ അവിടുന്ന്? മീ നമ്മൾ എന്തിട്ടുണ്ടാക്കണേ? ചപ്പാത്തി പറയ്. കളിക്കല്ല, ചപ്പാത്തി. സൂപ്പർ. ക്ലാപ്പ് എല്ലാവരും ക്ലാപ്പ് ചെയ്യ്. ചപ്പാത്തി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കണേ ചപ്പാത്തി പറയ്. ചപ്പാത്തി പറഞ്ഞേ? ഗുഡ് ഗേൾ, സൂപ്പർ. ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കണേ. കുട്ടിക്ക് ചൂടടിക്കണ്ട എനിക്ക്. അമ്മമ്മയുടെ അടുത്തേക്ക് പൊക്കോ. പോണ്ടാ? നോ നെവർ. പോവില്ല അല്ലേ? നോ. അമ്മമ്മയുടെ അടുത്തേക്ക് പൊക്കോ. നോക്കി പോള വരുന്നെങ്കിൽ. സൂപ്പർ ചപ്പാത്തിയാണോ മമ്മി ഉണ്ടാക്കിയത്? ആ പൊട്ട് അവിടെ ഇരുന്നോട്ടെ. എൻ്റെ സുന്ദരി പൊട്ട് ഭംഗിക്ക് വെച്ചാൽ എൻ്റെ പൊട്ടെടുക്കല്ലേ പ്ലീസ്. പൊട്ടെടുക്കല്ലേടി കള്ളിപ്പെണ്ണെ. പ്ലീസ്. നമുക്ക് 1 2 3 പറയാം. 1 പറഞ്ഞേ? എൻ്റെ പൊട്ടെടുക്കണ കള്ളിപ്പെണ്ണ. എൻ്റെ സുന്ദരി പൊട്ടെടുക്കണ. ഇതൊരു ലേറ്റ് അല്ലേ അവിടെ നിന്ന് കാണില്ല. മമ്മി പറയൂ. 1 2 അല്ല 1 പറയാദ്യം. 1 കഴിഞ്ഞിട്ടാണ് 2 വരണേ. 1 പറഞ്ഞേ? പറയണ്ട നീ. 1 കണ്ടാ മിണ്ടാടുക്ക് നോക്ക്. 1 എന്ന് പറഞ്ഞേ? 1
2 വരുള്ളൂ. 3 4 5 5 6 ആമിക്കുട്ടി W എന്ന് പറയണൊക്കെ നല്ല രസാട്ടാ. W പറയ്. W എന്താണ് എനിക്ക് കുത്തിയെന്നാ എൻ്റെ പൊട്ട് വെച്ചെന്നെങ്കിൽ W പറഞ്ഞേ. ശരിക്ക് പറയണി. W പറഞ്ഞേ. W ഞാൻ ഇറക്കി വിടും പറഞ്ഞോ. ഭീഷണി എടുത്തിട്ട് W പറ. UK W പറ. W പറ. W W പറഞ്ഞേ. W പറഞ്ഞേ. W സുന്ദരിമന്ന് കണ്ടേ ഒളിച്ചേ കണ്ടേ. സ്തുതി അമ്മമ്മക്ക് സ്തുതി കൊടുക്കണ. അമ്മമ്മ സ്തുതി കാണിച്ചോ. സ്തുതി സ്തുതി കൊടുത്തേ. സ്തുതി ഇച്ചോക്കി ചുതി. സ്കൂളിൽ പോവാ. ഞാൻ സ്കൂളിൽ പോണ്ടേ. സ്കൂളിൽ പോണ്ടേ. പിന്നെ സ്കൂളിൽ പൊക്കോ സ്കൂളിൽ പോണ്ട. നോ നോ എന്നിട്ട് തിന്നണേ. തമാശ. നേരത്തെ കറക്റ്റ് പറഞ്ഞു. സൂപ്പർ ഗുഡ് ഗേൾ. ഞാൻ കഴിഞ്ഞ ചപ്പാത്തി ചേച്ചിയോട് എടുക്കാൻ പറയാൻ. എൻ്റെ കോഴിക്കോട് നോക്കുക, ആരുമില്ല അതിൽ. കാലി ഒക്കെ പട്ടി കൊണ്ടുപോയി. നമ്മളങ്ങനെ പറമ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. നമുക്ക് ഒരു ചക്ക നിൽക്കുന്നുണ്ട്, അത് ഇടാന്ന് വെച്ചിട്ട് ചേട്ടൻ ലഞ്ചിന് വന്നപ്പോൾ അത് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇടാൻ വന്നേക്കാട്ടോ. കാണാനുണ്ടോ ചക്കനെ? വീണ് പോയാ? എന്താ ഒരു കുഞ്ഞ് ചക്കയാ. കാണാനില്ല. അതിൻ്റെ ഒപ്പം വലുതുണ്ടായിരുന്നു കേട്ടാ, പോയി. പഴുത്തൂന്നോണ്. വീണു പഴുത്തൂന്നോണ്ട് കേട്ടാ. മുറിച്ചോക്കാം. കടച്ചക്കൊക്കെ വീണ് കഴിഞ്ഞുകൊണ്ട് അല്ലേ? മുകളിലുണ്ട് കേട്ടാ. എങ്ങനെ കിട്ടാന്? ആ തെങ്ങിൻ്റെ കൂമ്പടഞ്ഞതൊന്നും ചെയ്തില്ലല്ലോ. നീ ഇങ്ങനെ വായി നോക്കി നടന്നോട്ടറാ. ഇനി കൂടി കൊണ്ടുപോകും പട്ടിനി. നീ എവിടേക്കാ പോയത്? കൊക്കോ എന്ന് പറഞ്ഞ് നിന്നോ നീ. വീട്ടിൽ പോടാ. പഴുത്തതാ? ഇപ്പൊ വരാം. ചേച്ചി പപ്പായയുടെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് വിളിക്കണത് തന്നെ. ഗോൾഡൻ പപ്പായയുടെ. അങ്ങനെ നമുക്കിന്നൊരു കായ്ക്കൊലയും ഒരു ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതായിരിക്കും മിക്കവാറും ഈ വർഷത്തെ ലാസ്റ്റത്തെ ചക്ക.
വഴുതനങ്ങ പാവിതാ, വഴുതനങ്ങയുടെ വിത്ത്, പക്ഷെ അതുണ്ടായില്ല. കുറേ മുരിങ്ങലുണ്ടല്ലോ അവർക്ക്. നോക്കട്ടാ, വളം കാണിച്ചു ചേട്ടാ. എന്തിട്ട് വളാന്നറിയോ ചേട്ടന്? മനസ്സിലായ? ഉള്ളിത്തൊണ്ടും വെളുത്തുള്ളിത്തൊണ്ട്, അങ്ങനെ കിച്ചൺ വേസ്റ്റ് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് വെച്ചാണതാ. എത്ര മാസമായിന്നറിയോ അത്? അത് ഗ്യാസ് ഉണ്ടോ നോക്കിയേ, തുറന്നു നോക്കി. പോയാ കണ്ടോ, ഗ്യാസ് ഉണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ടെറസിൽ വന്ന മേളാങ്കൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കേട്ടത്. അപ്പോൾ വഴുതനങ്ങ കുറച്ചൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിത്ത് അതൊന്നും മുളച്ചില്ല, അത് ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ അടുത്ത്. പിന്നെ ദേ നമുക്ക് ചീരയൊക്കെ മാറ്റി നട്ടതൊക്കെ ദേ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ചും കൂടി നടാമെന്ന് വെച്ചിട്ട് നമ്മൾ ടെറസിലേക്ക് വന്നതാണ്. പറമ്പിലെ പണികളൊന്നും നടക്കില്ലേ, നല്ല മഴയില്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെറസിൽ കിട്ടാവുന്ന സ്ഥലത്ത് പിന്നെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടണ സ്ഥലം നോക്കിയിട്ട് വേണം കേട്ടോ പച്ചക്കറിയൊക്കെ വെക്കാനായിട്ട്. ചീരയൊക്കെ ആണെങ്കിൽ ഇവിടെ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഫ്രീ ടൈം കിട്ടുമ്പോൾ ചേട്ടനും കൂടും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. എൻ്റെ പോലെ എൻ്റെ ടേസ്റ്റുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരാളെ എനിക്ക് കിട്ടിയത് വലിയൊരു ഉപകാരമായി എന്ന് വിചാരിക്കാമെന്ന് വെച്ചാൽ എനിക്കല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാണ്. കാരണം വ്ളോഗൊക്കെ കാണുന്ന ചില കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ ചിലരൊക്കെ പറയൂട്ടാ, ചേട്ടനിങ്ങനെ ഒപ്പം നിൽക്കണ കാരണം, എല്ലാത്തിനും നിൽക്കണ കാരണം നല്ല രസമായിരിക്കില്ല, ഇവിടെ അതൊന്നും ഇഷ്ടമില്ല എന്നൊക്കെ പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയൂട്ടാ. അതൊക്കെ കേൾക്കുമ്പോൾ പാവം തോന്നും നമുക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് എൻ്റെ ടേസ്റ്റുകളോട് കൂടി ചേർന്ന ഒരാളെ ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് ഞാൻ. അപ്പോൾ ആ വളമൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് മതി, നല്ല വീര്യണ്ടത്. എത്ര നാളായിരിക്കണം എന്ന് പറയാം, ആഴ്ചയിൽ 2-3 വട്ടം ഒഴിച്ചാൽ മതി. ഗ്രോ ബാഗ് ആ പറമ്പിലുള്ള കിണറുണ്ട് അവിടെ. ഇത് ഇത്ര മതിട്ടാ, നല്ല വീര്യം ഉണ്ടാവും. കുറേ നാളായി, 2 മാസമായത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. കീടശല്യം ഒന്നും വരാണ്ടിരിക്കാനൊക്കെ നല്ലതാ വെളുത്തുള്ളിയുടെ തൊലി കളറിന്. പിന്നെ വെളുത്തുള്ളി 2-3 എണ്ണം നല്ലത് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാ. കുറേശ്ശെ ഒഴിച്ചാൽ മതി, തക്കാളിക്കൊന്നും അധികം നനവ് വേണ്ട. ഒരെണ്ണം തേച്ചാഞ്ഞു അതിനെ കെട്ടി കൊടുക്കണം. നനവുണ്ട്, ഞാൻ ഇന്നലെ ഓൾറെഡി നനച്ചതാണ്. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നനയ്ക്കുള്ളൂ, അത്രയും തണവുണ്ട്. മണ്ണൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടൊക്കെ എടുക്കണം. മേലെയും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ മണ്ണടക്കം കൊണ്ടെന്നാ മണ്ണല്ലേ, പിന്നെ മണ്ണെടുക്കാൻ പോകണ്ടല്ലോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ പോരാ, മഴ ഇങ്ങനെ ചെരിയാന്ന് പറയില്ലേ. അപ്പോൾ ആമിക്കുട്ടി ചേട്ടൻ്റെയും ചേച്ചിയുടെ കൂടെ താഴെയുണ്ട്. അപ്പോൾ ഇന്ന് അവർക്ക് മക്കൾസിനൊന്നും ക്ലാസ്സില്ലാത്ത തന്നെ ആമിക്കുട്ടീനെ നോക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ആമിക്കുട്ടി വലുതായപ്പോഴേ അമ്മാമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ കുറച്ച് മടിയാണ്. പുറത്തേക്കൊക്കെ പോയി അതിനൊന്നും അമ്മാമ്മയ്ക്ക് കൂട്ടിയേ കൂടില്ല, വയസ്സായതല്ലേ, പാവല്ലേ. അപ്പോൾ അതൊന്നും പറ്റില്ല. അപ്പം
ചേച്ചിയും ചേട്ടനൊക്കെ ഉള്ള ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവർ പുറത്തേക്കൊക്കെ ഇറക്കിക്കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് മഴ തിമിർത്ത് നിൽക്കാട്ടോ. കണ്ടില്ലേ, സൂപ്പർ മഴയാണ് ഇവിടെ നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ നെക്സ്റ്റിൽ നല്ല വ്ളോഗായിട്ട് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.